കേരള ബി.ജെ.പിയിലെ തമ്മിലടിയെക്കുറിച്ച് ചില വാർത്തകൾ, ചില ചാനലുകൾ കാര്യമായി ആഘോഷിക്കുകയാണ്. അതായത് ബി.ജെ.പിയുടെ സംസ്ഥാന തലത്തിലുള്ള യോഗം നടന്നപ്പോൾ അവിടെ വി മുരളീധരനെയും കെ സുരേന്ദ്രനെയും ക്ഷണിച്ചില്ല, അത് ഗ്രൂപ്പ് കൊണ്ടാണ് എന്നാണ് ഭാഷ്യം. കേരളത്തിൽ ബി.ജെ.പിയിൽ സംഘടനാ തലത്തിൽ ഇപ്പോൾ നിരവധി കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പുതുതായി വോട്ടർ പട്ടിക പുതുക്കുന്ന സമയമായി കഴിഞ്ഞു. വോട്ടർ പട്ടിക പുതുക്കാൻ വേണ്ടി പാർട്ടിയിലെ എല്ലാ പ്രദേശങ്ങളിലും പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും താഴെ ബൂത്ത് തലം മുതൽ സംസ്ഥാന തലം വരെ ചിട്ടയായ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ഇത് ബി.ജെ.പിയിൽ മാത്രം നടക്കുന്ന കാര്യമല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോൾ. പക്ഷേ ബി.ജെ.പിയിലെ പ്രവർത്തനങ്ങൾ മാത്രം വാർത്തയാവുകയാണ്, അതായത് വാർത്തയാക്കുകയാണ്. അത് സംബന്ധിച്ച് ബി.ജെ.പി ബൂത്ത് തലത്തിലും പഞ്ചായത്ത്, മണ്ഡലം, ജില്ല, സംസ്ഥാനം എന്നിങ്ങനെ വിവിധ യോഗങ്ങൾ ചേരുന്നുണ്ട്. ഈ യോഗങ്ങൾ ചേരുന്നത് അതിന്റെ പ്രവർത്തകരും അതിന് നേതൃത്വം കൊടുക്കുന്ന ഭാരവാഹികളും അതിന് പ്രത്യേക ചാർജുള്ള ഇൻചാർജുമാരും അങ്ങനെയാണ്. ഞാനിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇത്ര വിശദമാക്കേണ്ടി വന്നത് എന്തുകൊണ്ടെന്നാൽ ഇങ്ങനെയുള്ള യോഗങ്ങളിൽ അതാത് യോഗങ്ങളുടെ ചുമതലയുള്ള ആൾക്കാർ മാത്രമാണ് പങ്കെടുക്കുക. പല യോഗങ്ങളിലും സംസ്ഥാന പ്രസിഡന്റ് പങ്കെടുക്കാറേയില്ല, സംസ്ഥാന ഭാരവാഹികളും പങ്കെടുക്കാറില്ല. എന്നാൽ പോലും നൂറുകണക്കിന് ആൾക്കാർ, അതിന്റെ ചാർജുള്ള ഭാരവാഹികളും ഇൻചാർജുമാരും ഒക്കെ ഈ യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും വാർത്തയല്ല. രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കാത്ത യോഗങ്ങളെക്കുറിച്ച് വാർത്തയില്ല, അല്ലെങ്കിൽ ജില്ലാ പ്രസിഡന്റുമാര് പങ്കെടുക്കാത്ത യോഗത്തെക്കുറിച്ച് വാർത്തയില്ല. സംസ്ഥാന ഭാരവാഹികൾ പങ്കെടുക്കാത്ത യോഗങ്ങളുണ്ട്, വാർത്തയില്ല. സംസ്ഥാന തലത്തിലും മേഖലാ തലത്തിലും ജില്ലാ തലത്തിലുമൊക്കെ നിരവധി യോഗങ്ങൾ അത് ഓൺലൈനായിട്ടും നേരിട്ടും നടന്നുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാ ദിവസങ്ങളിലും ഇത്തരം യോഗങ്ങളുണ്ട്. ഇതിനിടയിലാണ് ചില മാധ്യമങ്ങൾ കെ സുരേന്ദ്രൻ പങ്കെടുക്കാത്ത യോഗം, വി മുരളീധരൻ പങ്കെടുക്കാത്ത യോഗം, അത് പ്രത്യേകിച്ച് ക്ഷണിക്കാത്തത് കൊണ്ടാണ്, അത് ഗ്രൂപ്പിസത്തിന്റെ ഭാഗമാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ വാർത്തയാക്കുന്നത്. ഏതായാലും കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് വാർത്തകൾ എപ്പോഴും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് ബി.ജെ.പിക്ക് ഒരു പബ്ലിസിറ്റിയാണ്. പക്ഷെ ഇതിന്റെ പിന്നിലുള്ള ദുഷ്ടമായ ലാക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ആരും അതിനൊന്നും ഗൗരവമായിട്ട് എടുക്കാൻ പോകുന്നില്ല. ഏതായാലും ബി.ജെ.പിക്കെതിരെ മാധ്യമങ്ങൾക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്യട്ടെ. കാരണം ഇങ്ങനെയാണ് ഉത്തരേന്ത്യയിലും മാധ്യമങ്ങൾ ചെയ്തിരുന്നത്. ബി.ജെ.പി വളർന്നു വന്നിരുന്ന കാലഘട്ടങ്ങളിൽ ഗുജറാത്തിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും യു.പിയിലും ബീഹാറിലും എല്ലാം മാധ്യമങ്ങൾ ഈ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു. പക്ഷേ അവിടെ മാധ്യമങ്ങൾ എത്രമാത്രം എതിർത്തിട്ടും ബി.ജെ.പി അധികാരത്തിൽ വന്നു, ബി.ജെ.പി അധികാരത്തിൽ തുടരുന്നു. ഇതേപോലെയുള്ള ഒരു ദിശയിലൂടെയാണ് കേരള ബി.ജെ.പി ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മാധ്യമങ്ങളുടെ കരുതിക്കൂട്ടിയുള്ള ഈ എതിർപ്പ് ബി.ജെ.പിയുടെ പ്രവർത്തനങ്ങളെയോ അതിന്റെ നേതൃത്വത്തെയോ അതിന്റെ പ്രവർത്തകരെയോ ഒരു തരത്തിലും ബാധിക്കാൻ പോകുന്നില്ല. ഒരിക്കൽ കൂടി മാധ്യമങ്ങൾക്ക് നന്ദി. നിങ്ങൾ ബി.ജെ.പിയെ തകർക്കാനുള്ള എല്ലാ ജോലികളും വളരെ ഭംഗിയായിട്ട് ചെയ്യുക. അതനുസരിച്ച് ബി.ജെ.പി വളരുന്നത് നേരിട്ട് കാണാൻ നിങ്ങൾക്കും അവസരമുണ്ടാകും. അങ്ങനെ ബി.ജെ.പി അധികാരത്തിൽ വരുമ്പോൾ ബി.ജെ.പി അധികാരത്തിൽ വന്നില്ല എന്നും ബി.ജെ.പി ജയിച്ചില്ല എന്നും ഒക്കെ നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാനുള്ള വിരുദ്ധമുണ്ടാകും. ഞങ്ങൾ കാത്തിരിക്കുകയാണ് അതിനുവേണ്ടി.